നമസ്കാരം. മൃഗസ്നേഹികളും മനുഷ്യസ്നേഹികളും വരുന്നു. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. തുടങ്ങാം വക്രദൃഷ്ടി. തെരുവ് നായകളുടെ വന്ധ്യംകരണത്തിന് നടപടികൾ തുടങ്ങിയതോടെ നഗരസഭകളിൽ രാത്രി പട്ടുപിടുത്തം ഊർജിതമായി നടക്കുന്നു. ഒരിക്കൽ പിടിച്ചു വന്ധ്യംകരിച്ചു വിട്ട നായകളെയും വീണ്ടും ഓടിച്ചിട്ട് പിടിക്കുകയാണ്. തെരുവ് നായകളുടെ കടിയേറ്റ് തിരുവനന്തപുരത്ത് സ്ത്രീ മരിച്ചതിനെ തുടർന്ന് നായകളെ കൊന്നൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനുഷ്യനെ ആക്രമിക്കാൻ തോന്നിയ നിമിഷത്തെ പഴിക്കുകയാണ് നായകൾ. കഷ്ടകാലം അല്ലാതെന്തു പറയാൻ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതമൊരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ഓർത്താൽ ജീവിതമൊരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കന്നെ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അപ്പോൾ മുൻകാലങ്ങളിൽ അത്തരത്തിൽ ABC ചെയ്ത നായ്ക്കളും ഈ പിടിക്കുന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവയെ തൽക്കാലം റിഹാബിലിറ്റേറ്റ് ചെയ്യുകയും ABC ചെയ്യാത്ത നായ്ക്കളെ വീണ്ടും ABC ചെയ്യാനുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡിൻ്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭയുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും മരുന്നുകളും ഉൾപ്പെടെ ഡോക്ടർമാരുടെ സേവനവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നഗരസഭ പരിശ്രമിക്കുന്നുണ്ട്. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അമ്മയോടും കടം പറഞ്ഞു പിരിഞ്ഞു, മണ്ണിൻ മാറിൽ വീണു കരഞ്ഞു, മണ്ണിൻ മാറിൽ വീണു കരഞ്ഞു. മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ള മൃഗസ്നേഹികളുടെ കരളലിയിക്കുന്നതാണ് നായകളുടെ ഈ കഷ്ടഗാനം. ഇനി മനുഷ്യസ്നേഹികളുടെ ഊഴം. നായകളുടെ കടിയേറ്റ മനുഷ്യർക്കു വേണ്ടിയാണ് ഗിന്നസ് നസീറിൻ്റെ ഗാനം. 300 പാട്ടുകൾ പാടിയാണ് നസീറിൻ്റെ പ്രതിഷേധം. പാട്ടിനിടവേള. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അത് അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാനാണ് ഓർഡർ. ഈ അക്രമകാരികളായ നായ പറയോ അക്രമകാരിയാന്ന്. രണ്ടാമത് വന്ധീകരിച്ച് 2000 രൂപ വന്ധീകരിക്കാൻ ഇതിന് കൊടുക്കുന്നു. ഈ വന്ധീകരണം എന്ന് പറഞ്ഞത് നായ പറയോ വന്ധീകരിച്ചെന്ന്. മേനകാ ഗാന്ധി ശ്രദ്ധിക്കാൻ. മേനാന്തി പറഞ്ഞ എന്താ ഇവിടെ ഇറച്ചി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പട്ടി കടിക്കുന്നതെന്ന്. ഇന്നാൾ ഞാൻ മേനാന്തിക്കൊരു പെറ്റീഷൻ കൊടുത്തപ്പോൾ മേനാന്തി എന്നോട് പറഞ്ഞു പട്ടി കടിക്കാൻ ഓടിച്ചാൽ മരത്തിൽ കയറാൻ. അപ്പം ഞാൻ മറുപടി കൊടുത്ത് പട്ടി കടിക്കാൻ വന്ന മരത്തിൽ അവിടെ മരമില്ല, മുരുക്കുമ്പോൾ കയറി, എനിക്ക് മരം കയറാൻ അറിയില്ല, മുരുക്കുമ്പോൾ കയറി പഠിപ്പിച്ചെന്നാൽ ഞാൻ കയറാമെന്ന് പറഞ്ഞു. ഇതാണോ ഒരു ചൈൽഡിനെ നോക്കേണ്ട മന്ത്രി പറയേണ്ടത്? ഗിന്നസ് നസീർ ഡൽഹിക്ക് പോകുന്നത് മേനകാ ഗാന്ധിക്ക് സമ്മാനവുമായാണ്. എന്താ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രി ആരും ഇതിനൊരു ഇതാവുന്നില്ലല്ലോ. ഇവരുടെ പരിപ്പൊന്നും ഇവിടെ വേവില്ല. ഇതിനു വേണ്ടി 50 നായ്ക്കളും കൊണ്ട് ഞാൻ ഡൽഹിക്ക് ഇനിയും പോവുകയാണ്. 90,000 രൂപ 28 ചക്രമുള്ള വണ്ടിയിൽ ഞാനത് അതിൽ
നെറ്റടിച്ച് കെട്ടി അതിനും ഭക്ഷണം കൊടുത്ത് പാർപ്പിച്ച് മേനാന്തിക്ക് പ്രസന്റ് കൊടുക്കാൻ. നീയാടാ എന്റെ മോൻ, നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമുള്ളൂ. വീണ്ടും മൃഗസ്നേഹികളുടെ ഊഴം. നായസ്നേഹി അല്ലെന്നേ ഉള്ളൂ, പശുസ്നേഹി. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി നല്ലൊരു ക്ഷീര കർഷകനും പശുസ്നേഹിയുമാണ്. MLAയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ കിടാരികൾക്കായി നല്ലൊരു സൗന്ദര്യ മത്സരം തന്നെ സംഘടിപ്പിച്ചു. നാലാളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്കുക. വരുന്നോ? 5 ആളാവാം. പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറവറാന്ന് പറഞ്ഞ് ഒഴുകുകയായി. ഞാനിങ്ങനെ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവമേ, അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു പശുവായി ജനിക്കണമേ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളും ചിന്തിച്ചേ, പശുവാണെങ്കിൽ തൊഴുത്തുണ്ടാക്കണ്ട, നമ്മുടെ യജമാനൻ നമുക്ക് തൊഴുത്തുണ്ടാക്കി തരും. ഇനി തൊഴുത്തിൽ നിന്നാൽ മതി, പുല്ലു വെട്ടി കൊണ്ടിട്ട് തരും. കാലിത്തീറ്റ ഏറ്റവും വില കൂടിയത് കൊണ്ടുപോയി കുഴച്ചു തരും. മാത്രമല്ല, ഇപ്പം മിക്ക തൊഴുത്തിലും നല്ല ഫാൻ വെച്ചിട്ടുണ്ട് കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി. രാവിലെ എണീറ്റാൽ അപ്പി അവിടെ ഇട്ടാൽ മതി, അതിൻ്റെ യജമാനൻ വന്ന് കോരിക്കോളൂ, ഒന്നും ചെയ്യണ്ട. എന്ത് സന്തോഷമുള്ള ജീവിതമാണോ, എന്ത് സ്നേഹമാണ് അതിനോട്. ഇത് 1 മാസം ഗർഭിണിയാണ്. കൺഗ്രാജുലേഷൻസ്. ഒരു പാതി പാലാകത്തിരിപ്പത് പശുവോട വേളയപ്പാ, അത് പിരിച്ചാലും പാലോട് തണ്ണീര കലപ്പത് മനുഷ്യനിലൂളയപ്പാ. ഏതെങ്കിലും ഡൈവോഴ്സ് കേസ് വരുന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണെങ്കിൽ, ആ വീട്ടിലേക്കൊരു പശുക്കിടാവനെ വാങ്ങിക്കൊടുത്താൽ 1 മാസം കൊണ്ട് അവിടുത്തെ കലഹം അവസാനിക്കും. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ചോ. കുടുംബ കോടതികൾക്കും കൗൺസിലർമാർക്കും എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പശുവിൻ്റെ കാര്യം പറയുമ്പോൾ കാളയെക്കുറിച്ചും പറയണമെന്നാണല്ലോ VS മുമ്പ് പറഞ്ഞത്. ചുവപ്പ് കണ്ട കാളയെപ്പോലെയാണ് CPIക്ക് കേരള കോൺഗ്രസ് മാണിയെ കാണുമ്പോൾ. UDF വിട്ട കേരള കോൺഗ്രസ് എന്ന സുന്ദരിയെ പ്രലോഭിപ്പിച്ചു നിർത്താൻ CPM ശ്രമിക്കുന്നുവെങ്കിൽ CPIക്ക് കേരള കോൺഗ്രസ് അത്ര സൗന്ദര്യവതിയല്ലെന്നു മാത്രമല്ല അതിവിരൂപയുമാണ്. ഏതായാലും മാണിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ CPI ഇല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഈ കേരള കോൺഗ്രസ് എന്ന് കേട്ടാൽ CPI എന്താ ഇത്ര വിരളി? എപ്പം കേരള കോൺഗ്രസ് എന്ന് കേട്ടാൽ CPIക്ക് ഒരു ഭയപ്പാടും ഒരു വിരളിയും. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്താണെന്ന് വളരെ ആലോചിച്ചിട്ടും. മാണിയും CPIയുമായിട്ട് എന്ത് ബന്ധം? മാണിക്ക് എത്ര സീറ്റുണ്ട്? 6. CPIക്ക് എത്ര സീറ്റുണ്ട്? 19. CPI എത്ര സീറ്റ് മത്സരിക്കുന്നു? 27. മാണി എത്ര സീറ്റ് മത്സരിക്കുന്നു? 15. ഇതൊക്കെ കണക്കല്ലേ? ഞങ്ങൾക്ക് എന്താ വിഷയം? ഏതായാലും ഒരു കാര്യം പറയട്ടെ, വളരെ വ്യക്തമാക്കിയിട്ടുള്ളൂ, ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. അതിനെല്ലാ ഭാവുകങ്ങളും ആശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. എഴുതാപ്പുറം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ അങ്ങോട്ടും ഇല്ല, ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടാണെന്ന് പറഞ്ഞിട്ടും. ഇന്നലെ അപ്പുറത്ത് നിൽക്കുമ്പോൾ അഴിമതിക്കാരൻ, ഇപ്പുറത്ത് വന്നാൽ അദ്ദേഹം വിശുദ്ധൻ, അങ്ങനെ പറയാൻ പറ്റുമോ? നാട്ടുകാർ സമ്മതിക്കുമോ? CPIയെപ്പോലെ തങ്ങൾക്ക് കിട്ടിയ സീറ്റ് വിൽപ്പനച്ചരക്കാക്കി മാറ്റിയ CPI പോലുള്ള കളങ്കിത രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾക്ക് സാരോപദേശം തരേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യവുമില്ല.
മാണിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ CPI ഇല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എനിക്ക് 4 കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. ഒന്നുമല്ലെങ്കിൽ പണ്ട് അച്യുതമേനോൻ മന്ത്രിസഭയുടെ അവസാന കാലത്ത് മന്ത്രിസഭയിലേക്ക് വന്നവരല്ലേ കേരള കോൺഗ്രസ്സുകാർ? 80-ലെ ഇടതുമുന്നണിയിലും കൂടെ ഉണ്ടായിരുന്നു എന്നതും CPI മറക്കുന്നു. ഇന്നായിരുന്നെങ്കിൽ ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വൂൾഫ് എന്നത് ഈ മാണിയെ ആർക്കാണ് പേടി എന്ന് VKN തിരുത്തി എഴുതുമായിരുന്നു. ഇടവേളയാണ്. മന്ത്രി മാഷിൻ്റെ എൻട്രൻസ് കോച്ചിങ് കാണാം ഇടവേളയ്ക്ക് ശേഷം. എത്രയാണ് ഐസിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്? അല്ല, വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കറക്റ്റ് അല്ലേ? ഇത് ഇത്രയും മതി മെയിൻ സ്ട്രീമിൽ.